നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓരോ മനുഷ്യരുടെയും മനസ്സിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. എന്നിട്ടും ഭഗവാന്റെ ഭക്തർക്ക് എന്തുകൊണ്ടാണ് ദാരിദ്ര്യം വരുന്നത്? ശരിയായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മൾ ഓരോരുത്തരും ഭഗവാനെ വിളിക്കുന്നുണ്ട്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, വിളക്ക് വെക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക്. അപ്പം അതിൻ്റെ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ ദാരിദ്ര്യ ദുഃഖത്തിനുള്ള കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരങ്ങൾ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്, അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദാരിദ്ര്യ ദുഃഖം മാറും. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് നമ്മൾ അറിയണം. ദാരിദ്ര്യ ദുഃഖം മാറാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, അത് നമ്മൾ അറിയണം. ഇതേപോലെ ദാരിദ്ര്യ ദുഃഖം മാറാനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്രതം, അത് ചിട്ടയോട് കൂടിയിട്ട് ഭഗവാനിൽ സമർപ്പിക്കുകയാണെങ്കിൽ, വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദാരിദ്ര്യ ദുഃഖം മാറും. അപ്പോൾ ഇതൊരു ഭക്തൻ സംശയമായിട്ട് ചോദിച്ച ഒരു കാര്യം കൂടിയാണ് കേട്ടോ. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്. ഭഗവാൻ ഭക്തരുടെ മനസ്സിലാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തർക്ക് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു വീഡിയോയിൽ കൂടെ തന്നെ പറയാം. എന്താണ് ദാരിദ്ര്യമെന്നും അതില്ലാതാക്കാനായിട്ട് ഭഗവാന്റെ ഭക്തർക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ ചതുർബാഹുവായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നാരായണനായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. സാധാരണ ചതുർബാഹുവായിട്ട് ചാർത്തുമ്പോൾ ശംഖുചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ടാണ് ചാർത്തിയിട്ടുണ്ടാകുക. പക്ഷെ ഇന്നലെ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഭഗവാന്റെ രണ്ട് കൈകളിൽ ശംഖും ചക്രവും പിടിച്ചിട്ടുണ്ട്, ബാക്കി രണ്ട് കൈകളിലെ താമരപ്പൂക്കളാണ് പിടിച്ചിരിക്കുന്നത്. ഗദയ്ക്ക് പകരവും ഇന്നലെ താമരപ്പൂക്കളായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്വർണത്തിൻ്റെയാണ് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ടുള്ള സാക്ഷാൽ നാരായണനായിട്ടായിരുന്നു ഭഗവാൻ ഇന്നലെ എല്ലാവർക്കും ദർശനം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അലങ്കാരം നമ്മൾ മനസ്സിൽ കാണുന്ന സമയത്ത് എന്താ നമുക്ക് മനസ്സിൽ തോന്നുന്നത്? ഇപ്പോൾ വെണ്ണയൊക്കെ പിടിച്ചിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഭഗവാന്റെ അടുത്ത് നിന്ന് നമുക്ക് ആ വെണ്ണ ലഭിക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോരുത്തരും ചെന്നിട്ട് ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ വെണ്ണ ഇങ്ങനെ നുള്ളി നുള്ളി തരിക ചെയ്യുക. അതേപോലെ തന്നെ ഭഗവാന്റെ കയ്യിലുള്ള, ഭഗവാന് പ്രിയപ്പെട്ട താമരപ്പൂക്കൾ നമുക്ക് നൽകാനാണ് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കൈ കൊണ്ടും എടുത്തിട്ട് നൽകുന്നു, അടുത്ത കൈകളിലേക്ക് എടുക്കുന്നു. അതാണ് രണ്ട് കൈകളിലും പൂക്കൾ പിടിച്ചിരിക്കുന്നത്. ധാരാളമായിട്ട് ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാന്റെ പ്രസാദമാകുന്ന താമരപ്പൂക്കൾ നൽകാനായിട്ട്. താമരയുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കുറച്ചൊക്കെ ഒരു അഹങ്കാരം വന്നപ്പോഴും ഭഗവാൻ അഹങ്കാരം മാറ്റുക ചെയ്തത്. എന്നിട്ട് ഭഗവാൻ പിന്നെയും താമരയെ ഭഗവാന്റെ കൈകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്കും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും, നമുക്ക് എന്തെങ്കിലും മോശ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ അതെല്ലാം ഭഗവാൻ മാറ്റുക ചെയ്യാം. എന്നിട്ട് ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഭഗവാനെ മനസ്സിൽ കാണുന്ന സമയത്ത്, ഭഗവാനെ തൊഴാനായിട്ട് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ സ്നേഹമാകുന്ന, അഭക്തിയാകുന്ന താമരപ്പൂക്കൾക്കായിട്ട് കൈ കാണിക്കുക വേണ്ടത്. അത്രയേ വേണ്ടൂ. അത് ആ കൈകൾ നമ്മളിങ്ങനെ നീട്ടി ഭഗവാന്റെ അടുത്തേക്ക് നീട്ടി നിർത്തണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ധാരാളമായിട്ട് ഭഗവാനോട് ഭക്തി ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം. ഈ ഭക്തിയും സ്നേഹവും പോലും അത് ഭഗവാൻ തന്നെ നമ്മളിലേക്ക് നിറച്ച് എപ്പോഴും നൽകി അനുഗ്രഹിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. ഭഗവാന്റെ പ്രസാദങ്ങൾ എപ്പോഴും നമുക്ക് ലഭിക്കാനായിട്ട്. അത് നേരിട്ട് നൽകുക എന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പോലും അതിന് ഒരുപാട് ശക്തി ഉണ്ടെന്നാണ് പറയുക. സങ്കല്പത്തിന് ശക്തി ഉണ്ടെന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഭഗവാന്റെ പ്രസാദമാകുന്ന ആ താമരപ്പൂക്കൾ എല്ലാവർക്കും ഭഗവാൻ ഓരോരുത്തരെയായി വിളിച്ചിട്ട് നൽകുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചോളൂ. എല്ലാവർക്കും ആ പ്രസാദം, ആ താമരപ്പൂക്കൾ ലഭിച്ചു എന്ന സന്തോഷത്തോട് കൂടിയിട്ട് ഒന്ന് സങ്കല്പിച്ചോളൂ. ഒരുപാട് സന്തോഷം തോന്നും ആ ഒരു സമയത്ത്. അങ്ങനെ ചതുർബാഹുവായിട്ട് നിൽക്കുന്ന, രണ്ട് കൈകളിലെ താമരപ്പൂക്കളും ശംഖും ചക്രവുമായി നിൽക്കുന്ന നാരായണനെ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഭഗവാൻ മനസ്സിലുണ്ടായിട്ട് കൂടെ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നോക്കാം കേട്ടോ. ശരിക്കും നമ്മളെപ്പോഴാണ് ഭഗവാനെ പ്രാർത്ഥിക്കാറുള്ളത്? സദാസമയവും 365 ദിവസവും 24 മണിക്കൂറും നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നവരാണോ? ഒരു മിനിറ്റ് നമുക്ക് ഭഗവാനെ ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എത്രയോ സെക്കൻഡുകൾ മാത്രമേ ചിലപ്പോൾ ഭഗവാനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഭഗവാനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും ഭഗവാനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭഗവാന്റെ സ്വരൂപം മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കാനായിട്ട്
എത്ര പേർക്ക് സാധിക്കുന്നുണ്ടായിരിക്കും? കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ശ്രദ്ധയൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും, വേറെ വഴിക്ക് മനസ്സ് പോയിട്ടുണ്ടായിരിക്കും. അത് ചെയ്യാനായിട്ട് സാധിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം ഭഗവാനെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അതിൻ്റെ അളവ് എന്ന് പറയുന്നത് അത് ഭഗവാന് മാത്രമേ നിശ്ചയിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കൊരാൾക്കും ഒരാൾ ഭക്തനാണെന്നോ ഭക്തനല്ലാന്നോ പറയാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെ ഭഗവാനാണ് നമ്മൾക്ക് തീരുമാനിച്ചു തരേണ്ടത്. ഇന്ന ആള് ഭക്തനാണ് എന്നുള്ളത് ഭഗവാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പം എപ്പോഴും എത്രത്തോളം നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നുണ്ടെന്ന് ആദ്യം ആലോചിക്കണം. എത്രത്തോളം ഭഗവാൻ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ആലോചിക്കണം. നമ്മളൊന്ന് മനസ്സിലെ വളരെ കുറച്ച് നേരം ഭഗവാനുള്ളൂ. അധരവ്യായാമം അല്ലാട്ടോ പറയണത്. അധരവ്യായാമം കൊണ്ട് നാമം ജപിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അത് ശ്രദ്ധയോട് കൂടിയിട്ടും ശ്രദ്ധയില്ലാതെയും ജപിക്കാനായിട്ട് സാധിക്കും. ശ്രദ്ധയോട് കൂടിയിട്ട് ജപിക്കാം. അപ്പോൾ ഭഗവാൻ പ്രസാദിക്കും. ദാരിദ്ര്യം ഇല്ലാതാക്കാനായിട്ട് ഭഗവാൻ പ്രസാദിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. ദാരിദ്ര്യ ദുഃഖം ഇല്ലാതാക്കാനായിട്ട് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താമെന്ന് പറയും. പക്ഷെ മഹാലക്ഷ്മി ഉണ്ടാകണമെങ്കിൽ ആദ്യം ഭഗവാൻ ഉണ്ടായിരിക്കണം. ഭഗവാന്റെ മാറിലാണല്ലോ മഹാലക്ഷ്മി ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എവിടെയുണ്ടോ, ഭഗവാൻ വസിക്കുന്നിടത്ത് മാത്രമേ മഹാലക്ഷ്മി ഉണ്ടാകുള്ളൂ. അപ്പം എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ പ്രസാദിപ്പിക്കുക തന്നെ വേണം. അതിന് നമുക്ക് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്നാണ് നോക്കേണ്ടത്. പ്രഹ്ലാദൻ പറഞ്ഞതുപോലെയുള്ള 9 മാർഗങ്ങൾ, അതിലേത് വേണമെങ്കിലും സ്വീകരിക്കുക. ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഭഗവാൻ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദാരിദ്ര്യം ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ എന്താണ് ദാരിദ്ര്യമെന്ന് ഉദ്ധവരെ ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കൃഷ്ണ, ആരാണ് ദരിദ്രൻ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ മറുപടി നൽകുന്നുണ്ട്. അതായത് എന്ത് ലഭിച്ചാലും അതിൽ തൃപ്തിപ്പെടാൻ സാധിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ ദരിദ്രരെന്നാണ് പറയണേ. അപ്പം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയും വരുന്നില്ല. അപ്പം പിന്നെയും ഉണ്ടാക്കണം, എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ എന്നുള്ള ചിന്തയെ വരിക. അങ്ങനെയുള്ളവർ ശരിക്കും ദരിദ്രരാണ്. പക്ഷെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത് ലഭിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, ഒരുപാട് സന്തോഷം എന്ന് വിചാരിച്ച് ജീവിച്ചു കഴിഞ്ഞാലോ അവർ അതിസമ്പന്നരാണെന്നാണ് പറയുന്നത്. അതാണ് ഭാഗവത പ്രകാരം ദരിദ്രൻ എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കിട്ടിയാലും തൃപ്തി വരാത്തവരാണ് എന്താണ് ദരിദ്രർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഭഗവാൻ മനസ്സിലുണ്ടെങ്കിൽ ഈ തൃപ്തിയൊക്കെ താനേ ഉണ്ടായിക്കോളും. അത് ഒരുവന്റെ മനസ്സിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഭഗവാൻ നൽകിയതാണ് എന്നുള്ളൊരു ഉറച്ച ബോധ്യം ഉണ്ടാകും. അപ്പോൾ തൃപ്തിയൊക്കെ താനേ വരും. അങ്ങനെയുള്ളവർക്ക് അയ്യോ എനിക്കിതില്ലല്ലോ, എനിക്കത് നേടിയെടുക്കാൻ സാധിച്ചില്ലല്ലോ, എനിക്ക് ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ എനിക്കിങ്ങനെയുള്ള നഷ്ടങ്ങൾ ഉണ്ടായല്ലോ എന്നുള്ള ചിന്തയൊന്നും അങ്ങനെയുള്ളവർക്ക് വരില്ല. കാരണം ഇതെല്ലാം ഭഗവാനാണ് നൽകിയിരിക്കുന്നത്. അതിപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ എല്ലാത്തിലും തൃപ്തി ഉണ്ടാകും. അങ്ങനെയുള്ളവർ ദരിദ്രരേ അല്ല എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാകണമെങ്കിൽ ഭഗവാനെ സേവിക്കണം, ഭഗവാനെ സ്മരിക്കണം, ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിക്കണം. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? കുറേ നാമം ചൊല്ലി കുറേ നേരം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ക്ഷേത്രങ്ങളിലൊക്കെ പോയി, എന്നിട്ട് ബാക്കിയുള്ള സമയം മറ്റുള്ളവരെ പറ്റിയിട്ട് ദോഷങ്ങൾ പറയാനോ മറ്റുള്ളവരെ കുറ്റം പറയാനോ അവരെ വിഷമിപ്പിക്കാനോ ഒക്കെ ആയിട്ടാണ് സമയം ചെലവഴിക്കുന്നതെങ്കിൽ ഭഗവാൻ ഒന്ന് ആലോചിക്കും ഇവിടേക്ക് വരണോ വേണ്ടേ എന്നുള്ളത്. കാരണം ഭഗവാനെ തീരുമാനിക്കുക നമ്മുടെ മനസ്സിൽ വന്നിരിക്കണോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറി, സീറ്റ് കുറേ ഒഴിവുണ്ട്, നമ്മളല്ലേ തീരുമാനിക്കുക അത് ഏത് സീറ്റിൽ ഇരിക്കണോ എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഭഗവാനും ഒന്ന് ആലോചിക്കും. അപ്പോൾ ഭഗവാന് വന്നിരിക്കാനുള്ള രീതിയിൽ നമ്മുടെ ഹൃദയത്തെ അത്രയും പരിശുദ്ധമാക്കി വെക്കണം. അങ്ങനെ അല്ലാത്തവരുണ്ടായിരിക്കും, അവർക്ക് ആ ഒരു അശുദ്ധിയൊക്കെ നീക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഭഗവാനെ പ്രതിഷ്ഠിക്കാനായിട്ട് നല്ല വൃത്തിയാക്കി വെക്കുക നമ്മുടെ മനസ്സ്. തീർച്ചയായിട്ടും ഭഗവാൻ വന്നിരിക്കും കേട്ടോ. അത് ഏത് വികാരങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണെങ്കിലും അതെല്ലാം ഭഗവാന് സമർപ്പിക്കാം. ഇപ്പൊ ശിശുപാലനെ നോക്കൂ, ഭഗവാന്റെ അടുത്ത് എന്തുമാത്രം ദേഷ്യമാണ് ഉണ്ടായിരുന്നത്. കംസനെ നോക്കൂ, പേടിയായിരുന്നു ഭഗവാനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് പോലും. ഈ രണ്ടുപേർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത് ഭഗവാൻ. അപ്പം എന്താണ്? ആ വികാരങ്ങൾക്കല്ല പ്രാധാന്യം. എന്ത് വികാരങ്ങളാണെങ്കിലും അത് ഭഗവാനിൽ സമർപ്പിക്കുക. പേടിയും ഭക്തിയുടെ ഒരു ലക്ഷണമാണ്. അതൊരു പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ച് മാത്രം പേടിയോടെയാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ടാണ് പേടിച്ചിരുന്നത്, ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അത് ഭഗവാൻ കണ്ടത്. അപ്പം എന്തിലും ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, അതാണ് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മൾ കംസനെ പോലെ ആകണം, ശിശുപാലനെ പോലെ ആകണം എന്നല്ലാട്ടോ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം നന്നാകുന്നു അത്രത്തോളം ഭഗവാനും നമ്മളിലേക്ക് അടുക്കും. ഇപ്പം എല്ലാ ദിവസവും ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞു നടന്നിട്ട്
എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിക്കുന്നു, കുറി തൊടുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു. അതുകൊണ്ട് ഭക്തനാകണമെന്നില്ല. അങ്ങനെയുള്ള ഭക്തരും ഉണ്ട് കേട്ടോ. നന്നായി ഒരുങ്ങി നടക്കുന്ന എല്ലാം തികഞ്ഞ ഭക്തരും ഉണ്ട്. പക്ഷെ ഭഗവാൻ അംഗീകാരം നൽകിയാൽ മാത്രമേ ഭക്തനാകുള്ളൂ. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഭക്തൻ എന്നുള്ള സർട്ടിഫിക്കറ്റ്, അത് ഭഗവാനാണ് നൽകണ്ടേ. അപ്പം അതിന് നമ്മളെ തന്നെ ഒരുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഭക്തി ഉണ്ടാകണം, ഭഗവാൻ മനസ്സിലുണ്ടെങ്കിൽ ഒരു തരത്തിലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് പറയുക. പിന്നെ നമ്മൾ ഭൗതികമായിട്ടുള്ള ജീവിതത്തിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് പണമില്ലാത്ത അവസ്ഥയാണ്, കാശില്ലാത്ത അവസ്ഥയാണ്. അതൊക്കെ മുജ്ജന്മ ദുരിതങ്ങളായിട്ടാണ് പറയാം. ഇത് പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഈ മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ പറയാല്ലേ. എന്തോരം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഗുണങ്ങൾ, പാപഫലങ്ങൾ ഈ ജന്മത്തിലാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക. അപ്പം അതിലൊരു അവസ്ഥയാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പലതവണ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുജ്ജന്മ ദുരിതങ്ങളൊക്കെ മാറും. അപ്പോൾ ഈ എല്ലാ ദുരിതങ്ങളും മാറാനായിട്ട് ഏറ്റവും നല്ലത് എന്താ? ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. ഈ കുഞ്ഞി കൈകൾ കൊണ്ട് മാച്ചാൽ മായുന്ന തലവരയേ ഉള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് മായ്ക്കാം, എങ്കിൽ മായ്ക്കാൻ പറ്റുന്ന മായുന്ന തലവരകളെ നമുക്കുള്ളൂ എന്നാണ് ഭഗവാൻ തന്നെ പറയണത്. അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറയണത്? എല്ലാത്തിൻ്റെയും അവസാന വാക്ക്, എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള ഭഗവാനെ നന്നായി അങ്ങടെ വിളിക്കുക. ആ പാപഭാരങ്ങളൊക്കെ കുറഞ്ഞ് ആ ദുരിതങ്ങളൊക്കെ നീങ്ങിയിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങും. അതിനെ ഭഗവാനെ ഭജിക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമാണ് ഉള്ളത്. ഈ മുജ്ജന്മ ദുരിതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്കും ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണല്ലോ പറയാറുള്ളത്. ഇപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ സമ്പത്ത് അനുഭവിക്കാനുള്ള യോഗവും പലർക്കും ഉണ്ടായിരിക്കും. ചിലരൊക്കെ നോക്കും, ധാരാളം സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, ജോലിയൊക്കെ ചെയ്ത് അന്യനാട്ടിലൊക്കെ പോയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് അതൊക്കെ അതിനുള്ള വീട്, ഫ്ലാറ്റ് അതൊക്കെ ഇവിടെ വാങ്ങിയിട്ടിട്ട് അതൊന്നും നോക്കാനായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. അതൊക്കെ വാങ്ങിയിട്ട് അവർ തന്നെ പോകും. അതായത് അവർക്കത് ഉണ്ടാക്കാനുള്ള യോഗം, അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരിക്കില്ല. പക്ഷെ നേരെ തിരിച്ച് ചിലർ നോക്കും. ഇപ്പോൾ ഈ ഗുരുവായൂരുള്ള പലരും ഫ്ലാറ്റുകളൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കാനായിട്ട് പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏൽപ്പിച്ചിട്ട് നോക്കുന്ന കാര്യങ്ങൾ, അതായത് അവരുടെ വൃത്തിയാക്കുക, അവർക്ക് അവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിക്കാം, അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം, അത് നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കണം. അതായിരിക്കും അവർക്കുള്ള ജോലി. അവർക്ക് അതിനുള്ള ശമ്പളവും കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇവർക്ക് സ്വന്തമായിട്ടുള്ള വീടെന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ വീടായിരിക്കും. സാധാരണക്കാരായിരിക്കും ഉണ്ടായിരിക്കുക. കാശൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. എന്നിരുന്നാലും ഇങ്ങനെ ഒരു അവസരം, ഈ ഗുരുവായൂരിലുള്ള ഒരു വീട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തൊരു വീട് നോക്കാനുള്ള ഒരു അവസരം ലഭിക്കുക വഴി അവർക്ക് ഗുരുവായൂരപ്പനെ ദിവസവും തൊഴാം. സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് നല്ലൊരു സ്ഥലത്ത് കിടന്നുറങ്ങാം. അതാണ് അനുഭവ യോഗം എന്ന് പറയുന്നത്. അത് മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ വരുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ നമുക്കൊന്നുമില്ലെങ്കിലും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടേതല്ലാത്ത വസ്തുക്കളാണെങ്കിലും ചിലപ്പോൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരിക്കും. ഇതൊക്കെ ഭഗവാന്റെ പ്രത്യേക പ്രസാദങ്ങൾ കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഭഗവാൻ പ്രസാദിച്ചാൽ മാത്രമേ ഇങ്ങനെയും സംഭവിക്കുള്ളൂ. നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള യോഗം. നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടോ? നമ്മൾ സമ്പന്നരാണ്. നമുക്കൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാശിനായിട്ട് ആവശ്യം വന്നു, നമ്മുടെ കയ്യിൽ ഒറ്റ പൈസ ചിലപ്പോൾ എടുക്കാനുണ്ടായിരിക്കില്ല. ആ സമയത്ത് എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്ന് തരും നമുക്ക് പണം. അപ്പൊ എന്താണ്? നമ്മൾ സമ്പന്നരാണ്. നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാനായിട്ട് അതായത് ഉപകരിക്കുന്ന രീതിയിൽ ആ പണം കൃത്യസമയത്ത് ലഭിച്ചുല്ലോ. അത് എവിടുന്നാ ലഭിച്ചത്? അത് ഭഗവാന്റെ പ്രസാദാണ്. അതും മുജ്ജന്മത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഗുണമാണ് ഈ ജന്മത്തിൽ ലഭിക്കുന്നത്. അപ്പൊ ഈ അനുഭവ യോഗം കൂടെ പറയാറുണ്ട് കേട്ടോ. അതും കൂടെ ഉണ്ടാവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ കുറേ കാര്യങ്ങൾ സമ്പാദിച്ചു, നമുക്ക് നല്ല ജോലിയുണ്ട്, കുറേ പണങ്ങളുണ്ട്, കുറേ സമ്പത്തുകളുണ്ട്, കുറേ ആസ്തികളുണ്ട്. പക്ഷെ എന്താ? ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം കൂടെ നമുക്കുണ്ടാകണം. അപ്പൊ സമ്പന്നരാകുക എന്നതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം കൂടെ ഉണ്ടാവണം. പിന്നെന്താണ്? ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ. അതിന് നമുക്ക് നോൽക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്രതമാണ് വ്യാഴാഴ്ച വ്രതം എന്ന് പറയണത് കേട്ടോ. അതെല്ലാ 30 വ്യാഴാഴ്ചയും എടുക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും എടുക്കൂ എന്നുള്ള രീതിയിലാണ് 30 വ്യാഴാഴ്ച പറയണത്. എല്ലാ വ്യാഴാഴ്ചയും നോൽക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത്യുത്തമമാണ് ദാരിദ്ര്യ ദുഃഖം മാറാനായിട്ട്. അത് ഏകാദശി പോലെയുള്ള വ്രതമായിട്ട് ശുദ്ധമായിട്ടുള്ള ഉപവാസം അങ്ങനെയല്ല കേട്ടോ. ഇത് ഭക്ഷണമൊന്നും കഴിക്കാതെ എടുക്കലല്ല ഉദ്ദേശിക്കുന്നത്. ഒരിക്കലൂണോട് കൂടിയിട്ട് വ്യാഴാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞാൽ
ദാരിദ്ര്യ ദുഃഖമൊക്കെ മാറും എന്ന് പറയുന്നത്. ഒരിക്കൽ മാത്രം ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, അരി ഭക്ഷണം രാത്രി വേറെ സമയത്ത് കഴിക്കാനായിട്ട് പാടില്ല. അത്രേ വേണ്ടു, ഭഗവാൻ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അത് ചിട്ടയോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഉത്തമമാണെന്നാണ് പറയാം. അപ്പോൾ ദാരിദ്ര്യ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന നിരവധി പേരുണ്ട് കേട്ടോ, അനവധി പേരുണ്ട്. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് കയ്യിൽ ചിലപ്പോൾ പൈസ കിട്ടിയെന്ന് വരില്ല. അപ്പം അത് ദാരിദ്ര്യ ദുഃഖമല്ലേ? നമുക്ക് ഉപകരിക്കണം, എന്താണെങ്കിലും നമുക്ക് ഉപകരിക്കണം. ആ ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് കൃത്യസമയത്ത് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ദുഃഖമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഭഗവാനെ പ്രസാദിപ്പിക്കുക. അതിനുവേണ്ടി അങ്ങനെ ദുഃഖം അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും വ്യാഴാഴ്ച വ്രതം ഒരിക്കലൂണോട് കൂടിയിട്ട് എടുത്തോളൂ കേട്ടോ. അത് വളരെ നല്ലതാണ് ഭഗവാൻ പ്രസാദിക്കാനായിട്ട്. വ്യാഴം എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ട് അത്യുത്തമമാണ്. പിന്നെ ഭഗവാനെ ഗുരുവായൂരിലേക്ക് വരിക. വ്യാഴത്തിൻ്റെ ഏറ്റവും സ്വാധീനപ്പെടുന്ന, ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ആ ഒരു മണ്ഡലം എന്ന് പറയില്ലേ, ഗുരുവായൂർ ക്ഷേത്രമാണ്, ഗുരുവായൂരാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ വന്ന് തൊഴുക, ഗുരുവായൂരപ്പനെയൊക്കെ കാണുക, ഭഗവാന് അവിലൊക്കെ സമർപ്പിക്കുക. നമ്മളെപ്പോഴും പറയാറുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അവിൽ സമർപ്പിക്കുന്നത് ദാരിദ്ര്യം മാറാനായിട്ടാണ്. അവിൽ ഭഗവാനെ സമർപ്പിക്കുന്നവരുണ്ട്, അതായത് ചീട്ടാക്കുന്നവരുണ്ട് കേട്ടോ. അത് ഏത് തരത്തിൽ വേണമെങ്കിലും ഭക്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച വ്രതവും എടുത്തോളൂ. പിന്നെ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ പറഞ്ഞ ആ വാചകങ്ങളൊന്നും കൂടെ പറയാം. ഭഗവാന്റെ എൻ്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് മായ്ച്ചാൽ മായാവുന്ന തരത്തിലുള്ള തലവരയെ എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞു കൈകൾ കൊണ്ട് നമ്മുടെ തലയിലൊക്കെ ഒന്ന് തലോടാനായിട്ട് ഭഗവാന്റെ അടുത്ത് പറയാം. എല്ലാ ദുഃഖങ്ങളും മാറ്റി തരാനായിട്ട് ഭഗവാന്റെ അടുത്ത് പറയാം. അപ്പോൾ ഇതാണ് ദാരിദ്ര്യ ദുഃഖം മാറാനായിട്ട് ഓരോ ഭക്തർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ വിളിച്ചോളൂ. ഭഗവാനെ വിളിക്കും തോറും, ഭഗവാൻ ആത്മാർത്ഥമായിട്ട് വിളിക്കും തോറും ആ പാപങ്ങളൊക്കെ അങ്ങനെ നീങ്ങിയിട്ട് ആ ദുരിതങ്ങളൊക്കെ അങ്ങനെ പോയിട്ട് അവസാനം നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് പ്രഹ്ലാദൻ പറഞ്ഞ മാർഗങ്ങളിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഇനി മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ശുക്രാചാര്യരുടെ ഒരു കഥ പറഞ്ഞപ്പോൾ, മഹാബലിയുടെ കാര്യം പറഞ്ഞപ്പോൾ, കളവുകളൊക്കെ പറയാം എന്നൊരു നിയമം ശുക്രാചാര്യരുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പണ്ടത്തെ കാലത്ത് കാര്യങ്ങൾ നടക്കാനായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു കളവുകളൊക്കെ പറയുമല്ലോ, കല്യാണം കഴിയാനായിട്ട് കളവുകൾ ഒക്കെ പറയുന്നത് പോലെ തന്നെ, നുണ പറയാമെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തെറ്റിദ്ധാരണ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. വിവാഹം നടക്കാനായിട്ട് ഒരു കാര്യത്തിലും, ഒരു അവസരത്തിലും, ഒരു തരത്തിലുള്ള കളവും പറയാനായിട്ട് പാടില്ല. ഒരു കാര്യത്തിലും കളവ് പറയാൻ പാടില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പണ്ടും ഇതുപോലെ തന്നെ വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന പലരും ഉണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അന്ന് പറഞ്ഞിരുന്ന ഒരേ ഒരു കളവ്, ഈ വിവാഹം നടക്കാനായിട്ട് പ്രായം ഇതിനിടെ കുറച്ച് പറയും. ഏതോ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പ്രായം കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വിവാഹമൊക്കെ നടന്നു പോകും. പക്ഷെ അങ്ങനെ നടന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും പിന്നീട് ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. വളരെ സ്നേഹത്തോട് കൂടിയിട്ടായിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സംരക്ഷിച്ചിട്ട് ജീവിതാവസാനം വരെ സന്തോഷകരമായിട്ടുള്ള നല്ല നല്ല ദാമ്പത്യങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല ഒരു എന്താ പറയുക, നല്ലതൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അങ്ങനെ പ്രായത്തിൻ്റെ കാര്യത്തിൽ കളവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിവാഹം കഴിച്ചവർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം കേട്ടോ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചിട്ട് ഇന്ന് പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ ഒരാളും ഒരു കളവും പറയാൻ പാടില്ല. നേരാവണ്ണം എല്ലാം പറഞ്ഞിട്ട് വിവാഹം കഴിച്ചിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ ജീവിതത്തിലും ഉണ്ടാകുന്നത്. കാരണം വിശ്വാസം എന്ന് പറയുന്നതുണ്ടല്ലോ, പണ്ട് കാലത്ത് അതൊക്കെ സഹിക്കാനായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും അത് സാധിച്ചിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, വിട്ടുവീഴ്ചകൾ ഒരാളും ചെയ്യുന്നില്ല. ചെറിയ എന്തെങ്കിലും സ്വാരസ്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അപ്പോഴേക്കും തല്ലായി, അങ്ങനെ പിരിയലായി. അപ്പം എന്താണ്, വിവാഹം നടക്കാനായിട്ട് ഒരിക്കലും ഒരാളും ഒരു കളവും പറയാനായിട്ട് പാടില്ല. അതെന്താ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ, ആ പങ്കാളിയെ അത് ചതിക്കുന്നത് പോലെയാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നോ ഇത് എങ്ങനെയാവുമെന്നോ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കളവും പറയാതിരിക്കുക. കളവ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും നേടിയെടുക്കണ്ട. അതൊന്നും ശാശ്വതമായിട്ട് നിലനിൽക്കണം എന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തെ ഭഗവാന്റെ കൂടെ നിർത്തുക. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ വരുമോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളൊരു കാര്യം ഒരാളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കളവ് പറയാനായിട്ടൊന്നും തോന്നില്ല. കാരണം ഒരിക്കലും ഭഗവാൻ കളവിനെ സപ്പോർട്ട് ചെയ്യില്ല. കുറച്ചൊക്കെ കുറുമ്പും അതുപോലെ തന്നെ വെണ്ണയൊക്കെ കട്ട് നിന്നിട്ടുള്ള ഭഗവാൻ തന്നെയാണെങ്കിലും കൂടിയിട്ട് ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ, ഒരാൾക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള കളവിനും ഭഗവാൻ കൂട്ടി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത്
പറയണു ഒരാളും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരാവശ്യത്തിന് വേണ്ടിയിട്ടും ഒരാളും കളവ് പറയാതിരിക്കുക. അതൊന്നും ഭഗവാന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നുണ പറയുന്ന ഒരു ഗോപികയെ ശിക്ഷിച്ച ഒരു കഥ കൂടിയുണ്ട്. ഉണ്ണിയപ്പം ചോദിച്ചിട്ട് ആ ഗോപിക കൊടുക്കാതായപ്പോൾ ആ ഉണ്ണിയപ്പത്തിന് പകരമായിട്ട് ചാണക ഉരുളകളാക്കിയിട്ട് വെച്ച് പറ്റിച്ചു നമ്മുടെ ഭഗവാൻ. കാരണം എന്താ? ഗോപിക നുണ പറഞ്ഞു. അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ശിക്ഷകളാണെങ്കിലും കുഞ്ഞു കുഞ്ഞു കളവുകൾക്ക് കുഞ്ഞു കുഞ്ഞു ശിക്ഷകൾ, വലിയ വലിയ കളവുകളാണെങ്കിൽ വലിയ വലിയ ശിക്ഷകളായിരിക്കും ഭഗവാന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുക. അപ്പം എന്താണ്? കളവ് ഒരിക്കലും പറയാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഭഗവാൻ നൽകട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം. അലങ്കാരങ്ങളും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.